നമ്മുടെ കർത്താവ് വളരാൻ ആഗ്രഹിക്കുന്നു. നമ്മളും യോഹന്നാനെ പോലെ അത് ആഗ്രഹിക്കണം. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷമാണ് വായിക്കുന്നത് 3:29-30. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇത്രയുള്ള സംഭവം. ഇത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതാണ്. അവൻ വളരുകയും, യേശു വളരുകയും, നമ്മൾ വളരുകയും, അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ കുറയുകയും ചെയ്യണം. ഇപ്പം ഞാനില്ലേ, ഈ ഞാനാണ് മുഴുവനും പ്രശ്നം. പക്ഷേ പണ്ടേ ഒരു യോഗിയോട് ഒരുത്തൻ ചോദിച്ചേ, പ്രഭു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പം യോഗി പറഞ്ഞേ, ആ ഞാൻ എന്നുള്ളത് ആ വാക്ക് മാറ്റിയാൽ ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞേ. അതാണ് അതുപോലെയുള്ള സംഭവം ഞാനെന്ന് പറഞ്ഞത്. ഇപ്പം ഞാനൊരു മരിപ്പിൽ പോയേ, ഭയങ്കര ഫോട്ടോ എടുപ്പാണ്. അടക്കാൻ നേരത്ത് ഫോട്ടോ എടുക്കുമല്ല, ചില വീഡിയോകളൊക്കെ എടുക്കും. ചിലടത്ത് അങ്ങനെ വീഡിയോ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് അവരിങ്ങനെ ഓട്ടോമാറ്റിക് എടുത്തുകൊണ്ടിരിക്കും. ചിലർ വിളിച്ചില്ലേ, കല്യാണത്തിനൊക്കെ വിളിക്കത്തില്ല ചില ആൾക്കാർ. കൽക്കെട്ട് കഴിയുമ്പോൾ നാട്ടുകാരെയൊക്കെ ബന്ധുക്കളെയൊക്കെ അടുത്ത് വിളിക്കും. ചിലർ വിളിക്കും, ചിലർ വിളിക്കത്തില്ല. ചിലർ വരും, ചിലർ ആ സമയത്ത് അവിടെ നിന്ന് ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്നുള്ള ഷെയിം വേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവരവിടെ നിന്ന് സ്കൂട്ടാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഈ ഞാൻ എന്നുള്ളൊരു സാധനം എല്ലായിടത്തും ഉണ്ട്. എൻ്റെ പേര് ചൊല്ലി വിളിച്ചില്ലല്ലോ, ഞാൻ അവൻ്റെ അമ്മയുടെ അനിയത്തിയല്ലേ, എന്നെ വിളിച്ചില്ലല്ലോ, ഇപ്പോൾ ഇപ്പോൾ ആൾക്കാരെ കണ്ട് കൂട്ടുകാരെ കണ്ടപ്പോൾ പിന്നെ അവനെന്നെ മറന്നില്ലേ, അവന് നമ്മൾ മോന്തെങ്കിലും കിടക്കും. ചില ആൾക്കാർക്ക് അങ്ങനെ വിഷയമുണ്ട്, എന്തെങ്കിലും വിഷയമുണ്ട്. അപ്പം ഞാൻ എന്നുള്ള സംഭവം മുറിഞ്ഞു പോയാൽ ഉടനെ മോന്ത കയറ്റും ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ ഇതിനേക്ക് അതിജീവിക്കണം. നമ്മുടെ ആധ്യാത്മികതയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. ചില ആൾക്കാർ ഓർത്തിരിക്കും, മരണം വരെ ഓർത്തിരുമ്പോൾ, അതായത് ഞാൻ ഇങ്ങനെ പുറ്റുപോലെ പിടിച്ചിരുന്നതുകൊണ്ടാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ബാക്കിയുള്ള സ്ഥലത്ത് പ്രവേശിക്കത്തുള്ളൂ. അപ്പോൾ അത് എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് യോഹന്നാൻ മാതാവിനെ പറയണത്, അവൻ വളരണം. അവൻ വളരാൻ വേണ്ടി ഒരു ഒത്തുതീർപ്പും നമ്മൾ ആരോടും ചെയ്യത്തില്ല, നമ്മോട് പോലും ഒത്തുതീർക്കത്തില്ല. അവൻ വളരാൻ വേണ്ടി നിഷ്പക്ഷമായിട്ടും നിർലോഭമായിട്ടും ക്രിസ്തുവിനെ നമ്മൾ വളർത്താൻ വേണ്ടി ചിലപ്പോൾ സഹിക്കേണ്ടി വരും, ചിലപ്പോൾ കള പോട്ടെ എന്ന് വിചാരിക്കേണ്ടി വരും. എല്ലാം കർത്താവിന് വേണ്ടി ചെയ്ത് കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നിറയുകയും നമ്മളിതിനെല്ലാം ജയിച്ചില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ തോൽപ്പിക്കും. അതാണ് പ്രശ്നം. ഭാവമാണല്ലേ ഇത്, ഞാനെന്താ ഭാവമില്ലേ? നമ്മളിതിനെ ജയിച്ചില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ തോൽപ്പിക്കും. കർത്താവ് എല്ലാ നിമിഷങ്ങളും അവസാനം ഞാൻ ചില സമയത്തൊക്കെ ധ്യാനിക്കുമ്പോഴേ, ഒറ്റയ്ക്ക് ഇരുന്ന് ധ്യാനിക്കുമ്പോൾ ഞാൻ ചിരിക്കും. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് അപ്പായോട് സംസാരിക്കണത് ഞാൻ കേട്ട്. എങ്ങനെ? എൻ്റെ മനസ്സുകൊണ്ട് അങ്ങനെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് ചില ദൈവിക ആത്മീയ സങ്കല്പങ്ങളൊക്കെ വരത്തില്ലേ? അപ്പോൾ അത് ചിലത് സങ്കല്പമാകും, ചിലത് സത്യമുള്ള കാര്യമാകാം. പക്ഷെ ചില സങ്കല്പങ്ങൾക്കും സത്യത്തിൽ അടിസ്ഥാനം ഉണ്ടാകും. അപ്പോൾ ഈശോ ചോരപ്പ സമയത്ത് ഈ തുണി ഉരിഞ്ഞു കളഞ്ഞായിരുന്നല്ല ഈശോയുടെ കുരിശിൽ വെച്ച്, കുരിശിന് മുമ്പ് തുണി ഉരിഞ്ഞാൽ. അപ്പോൾ അത് ഈശോ ഭയങ്കര വിഷമിച്ചൊരു കാര്യമാണ്. അതായത് ലേഡീസൊക്കെ താഴെ നിൽക്കുമ്പോഴേ, മേരിമേട്ടനൊക്കെ നിൽക്കുമ്പോഴേ അപമാനിക്കാവുന്നൊരു മാക്സിമം അപമാനിച്ച്. അപ്പോൾ ഈശോ ചെറുതാകും. ഈശോ ദൈവപിതാവ് അവന് വലുതാകാൻ വേണ്ടി ഈശോ ചെറുതായി. അതാണ് ദൈവപിതാവ് അവന് വലുതാകാൻ വേണ്ടി ഈശോ ചെറുതായി. അപ്പോൾ ക്രിസ്തു നമ്മൾ വലുതാകാൻ വേണ്ടി നമ്മൾ ചെറുതാകും. ചില സമയത്ത് നമ്മൾ ചെറുതാക്കും, ദൈവം തന്നെ ആക്കും. അപ്പോൾ ചെറുതാക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ അടിച്ചതിൻ്റെ എൻ്റെ അടിച്ചതിൻ്റെവരൊക്കെ ഏറ്റത്തില്ല, എന്നെ പരസ്യമായിട്ട് അപമാനിച്ചതാണ്. ലോകത്തുള്ള മനുഷ്യർക്ക് എന്ത് വേണമെങ്കിലും പറയാം, ക്രിസ്തുവിനെ അറിയാത്തവർ അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞ നമ്മളെ ക്രിസ്തു ആകാൻ നമ്മൾ വളരേണ്ടത്. കർത്താവെ, ഞാൻ വളർന്നില്ലെങ്കിലും നീ എന്നിൽ വളരാൻ എന്നെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ ആധ്യാത്മികത ഉണ്ടല്ലോ, എന്ത് രസമാണെന്നറിയാമോ? കാര്യം എല്ലാത്തിനെയും അതിജീവിക്കാൻ പറ്റും. എല്ലാം നമുക്ക് അധീനമാകുന്നൊരു, അതായത് ഒന്നും നമ്മൾ ഉദ്ധരിക്കത്തില്ലെന്ന് ഈശോ പറഞ്ഞത്. ലൂക്കാ 10:19. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. അധികാരം നൽകുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്താ കാര്യം?
പാമ്പിൻ്റെയും തേളിൻ്റെയും കടലിൻ്റെ മേൽ ചവിട്ടി നടന്ന ആരാണ്? ക്രിസ്തു അല്ലേ? ആ ക്രിസ്തു നമ്മളിൽ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ഇതിനെല്ലാം അതിജീവിക്കാനുള്ള കഴിവ് നൽകും. അതുകൊണ്ടാണ് ഇപ്പോൾ യോഹന്നാൻ പറയണത് അവൻ വലുതാകണമെന്ന്.